بسم الله الرحمن الرحيم قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا وأنه كان يقول سفيهنا على الله شططا وأنا ظننا أن لن تقول الإنس والجن على الله كذبا وأنه كان رجال من الإنس يعوذون برجال من الجن فزادوهم رهقا وأنهم ظنوا كما ظنوا. الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ അവൻ്റെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അനുചരന്മാരിലും ബന്ധുമിത്രാദികളിലും അവൻ്റെ കരുണ കടാക്ഷങ്ങൾ വർഷിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കേരള നദ്വത്തുൽ മുജാഹിദീൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ ബഷീർ സാഹിബ് അവറുകളെ, ബഹുമാന്യ പണ്ഡിതൻ ജനാബ് മായൻകുട്ടി സുല്ലമി അവറുകളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ കർമ്മോത്സുകരും പ്രതീക്ഷയുമായ KNM-ൻ്റെയും ISM-ൻ്റെയും MSM-ൻ്റെയും MGM-ൻ്റെയും പ്രവർത്തകരെ, അനുഭാവികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി ഡിസംബർ 27, 28, 29 തീയതികളിൽ ചരിത്ര പ്രസിദ്ധമായ മുസ്ലിം കേരളത്തിൻ്റെ തലസ്ഥാന നഗരി എന്ന് വിശേഷിപ്പിക്കാവുന്ന കോഴിക്കോട് സെൽഫി നഗറിൽ നടക്കുന്ന മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം പരിപാടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരികയാണ്. കഴിഞ്ഞ മാസം ജില്ലാ പ്രചാരണോദ്ഘാടനം കഴിഞ്ഞു. ഇനി നമുക്ക് മണ്ഡലം ശാഖാ പ്രചാരണോദ്ഘാടനങ്ങളാണ് നടക്കാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായാണ് ജില്ലാടിസ്ഥാനത്തിൽ ഈ പ്രവർത്തക സംഗമം, ഈ ആദർശ വിശദീകരണ സമ്മേളനം, ഈ സംശയ നിവാരണ വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം അത് വിഭാവനം ചെയ്യുന്ന ആദർശം, അതിൻ്റെ നിലപാടുകൾ, അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം, ആദർശം, നിലപാടുകൾ, ആ വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശവും നിലപാടുകളും സത്യാസത്യ വിവേചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവാചകൻ ജീവിച്ചു കാണിച്ചു തന്ന ചര്യയുമാണ്. സലഫുകളിലൂടെ നമുക്ക് ലഭിച്ച ആദർശമാണിത്. മുസ്ലിം കേരളം അന്ധവിശ്വാസാനാചാരങ്ങളിൽപ്പെട്ട് ഉഴന്നു നടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ, തമസ്സുമുറ്റി നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും സന്ദേശവുമായി പ്രചാരണ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ കടന്നു വരികയായിരുന്നു. അതിൻ്റെ ആദർശം സൂക്ഷ്മദീർഘുകളായ മുൻകാല പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവഗാഹവും അപഘാടവും അവധാനപൂർവം
പഠിച്ചു മനസ്സിലാക്കി രൂപപ്പെടുത്തിയ പ്രബോധന മാർഗമാണ്. ആ മാർഗത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദർശത്തിലെയും കർമ്മങ്ങളിലെയും കണിഷ്ഠതയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തെ വേറിട്ട് നിർത്തുന്നത്. മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്ന ഘടകം ആദർശത്തിലെ കണിഷ്ഠതയും കർമ്മങ്ങളിലെ കണിഷ്ഠതയുമാണ്. ഈ പ്രസ്ഥാനം പ്രബോധനം ചെയ്യുന്ന ആദർശത്തിൽ തിരുത്തലുകളോ മാറ്റങ്ങളോ ആവശ്യമില്ലാത്ത വിധം നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ ഊതിക്കാച്ചിയ പൊന്നുപോലെ ഇതിൻ്റെ ദർശനങ്ങൾ കേരള മുസ്ലിങ്ങളിൽ, കേരള നഭോമണ്ഡലത്തിൽ നമുക്ക് അവർ വരച്ചു കാണിച്ചു തന്നതാണ്. അതിലൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല, കർമ്മങ്ങളിൽ മാറ്റത്തിൻ്റെ ആവശ്യമില്ല, ആദർശത്തിലും മാറ്റത്തിൻ്റെ ആവശ്യമില്ല. മുൻകാല പണ്ഡിത വര്യന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആദർശമാണിത്, ഖുർആനും സുന്നത്തുമാകുന്ന ആദർശം. ഈ പ്രസ്ഥാനം രൂപപ്പെടുത്തിയ പണ്ഡിത നേതാക്കളിൽ നിന്നും ഭിന്നമായ ഒരു ആദർശം നമുക്കില്ല. മുജാഹിദ് പ്രസ്ഥാന വീക്ഷണങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക സെൽഫി വീക്ഷണങ്ങളെ പരാജയപ്പെടുത്താൻ സാമ്രാജ്യത്വം പോലും സദാ ജാഗരൂകരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ പിണയാളുകൾ ചിലപ്പോൾ കേരളത്തിലും പ്രവർത്തിച്ചു വരുന്നു എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. സമസ്തക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും മടവൂരികളുമൊക്കെ അവരുടെ എതിർപ്പുകൾ, അവരുടെ ഊർജം ഇസ്ലാഹി പ്രസ്ഥാനത്തിനെതിരെ, മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ, കേരള നദ്വത്തുൽ മുജാഹിദിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നും, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്നും ഇത്തരം എതിർപ്പുകൾ ഉണ്ടാകുന്നത് വേദനാജനകമാണ്. അങ്ങനെ ചില പത്രത്താളുകളിലൊക്കെ നമുക്കിപ്പോൾ വായിക്കാൻ കഴിയുന്നത് അത്തരം സംഭവങ്ങളാണ്. അതിൽ ഇസ്ലാഹി കേരളം ഖിന്നരാണ്, ദുഃഖിതരാണ്. നാം ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട സമയമാണിത്. മുജാഹിദ് പ്രസ്ഥാനത്തെയും നേതാക്കളെയും ഇകഴ്ത്താനും കൊച്ചാക്കാനും പരിഹസിക്കാനുമുള്ള പ്രവണത ചില ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്നതായി നാം കാണുകയാണ്. ഇത് അച്ചടക്ക ലംഘനവും ആദർശ വിരുദ്ധ പ്രവർത്തനവുമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിനെതിരെ ഇസ്ലാഹി കേരളം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ സംഘടനാ പരിപാടികളോട് വിമുഖത കാണിക്കുന്ന പരിപാടികൾ, ആദർശ പ്രസ്ഥാനത്തോടുള്ള പെരുമാറ്റത്തിൽ, പ്രവർത്തനങ്ങളിൽ വിമുഖത കാണിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ സാധ്യമല്ല, അനുവദിച്ചുകൂടാത്തതാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ദർശനങ്ങൾ ഇനിയും ഒരുപാട് കേരളത്തിൽ അങ്ങോളം വ്യാപിക്കേണ്ടതുണ്ട്. ഈ പ്രസ്ഥാനം നമുക്ക് മാത്രമുള്ളതല്ല, നമുക്ക് മാത്രം മാർഗദർശകമായിട്ടുള്ളതല്ല, നമ്മുടെ പിൻഗാമികൾക്ക്, വളരുന്ന തലമുറക്ക് കൂടിയുള്ളതാണെന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ, ഈ പ്രസ്ഥാനം നിലനിന്നാൽ മാത്രമേ ആദർശത്തിൽ ഊന്നിയുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാമിൻ്റെ യഥാർത്ഥ ആദർശത്തെ പ്രതിനിധീകരിക്കുന്നവർ കേരളത്തിൽ കേരള ജമിയത്തുൽ ഉലമയും കേരള നദ്വത്തുൽ മുജാഹിദീനും ഇത്തിഹാദ് ശുബ്ഹാനുൽ മുജാഹിദീൻ്റെയും മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെയും MGM-ൻ്റെയും പ്രവർത്തകരാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അവരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചു കൊണ്ടുള്ള പ്രബോധന ദൗത്യവുമായി കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്തേണ്ട ആവശ്യം, ഈ ആദർശ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കേണ്ട ആവശ്യം നിർബന്ധമായും ഓരോ മുജാഹിദ് പ്രവർത്തകൻ്റെയും കടമയാണ്. പ്രസ്ഥാനത്തിൻ്റെ ഈ മഹിത പ്രവർത്തന പാത വിശാലമാക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി, കെ മായിൻകുട്ടി സുലമി എന്നിവരാണ്. മായിൻകുട്ടി സുലമിയാണ്
ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം ആദർശവും നിലപാടുകളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ബഹുമാന പണ്ഡിതൻ മായങ്കോട്ട് സുലമി അവറുകളാണ്. അദ്ദേഹത്തെ കണ്ണൂർ ജില്ല KNMന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A. ബഷീർ സാഹിബ് അവറുകളാണ്. അഹമ്മദ് അനസ് മൗലവിയും അനീഫ് കായക്കൊടിയും ഏതാനും നിമിഷങ്ങൾക്കകം എന്ന് പറയുന്നില്ല, അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഓതുന്നു. അള്ളാഹു നമ്മുടെ സൽപ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിയൻ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബലൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട പണ്ഡിതൻ വാഗ്മിയായ മായങ്കോട്ട് സുലമി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇസാഖ് അലി, ട്രഷറർ ലത്തീഫ് ഷാ, സഹോദരി സഹോദരന്മാർ, നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ടെന്ന പ്രമേയമായി ഇൻഷാ അല്ലാഹ് വരുന്ന ഡിസംബറിൽ നമ്മുടെ ഒരു മഹത്തായ സമ്മേളനം കോഴിക്കോട് വെച്ച് നടക്കുന്നതായി നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രചരണം കേരളത്തിലും പുറത്തും ഇപ്പോൾ നടന്നു വരികയാണ്. ഈ പ്രചരണ കാലയളവിലാണ് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു 100 കൊല്ലങ്ങൾക്കപ്പുറം നമ്മുടെ സമൂഹം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളിലും ശിർക്കിലൊക്കെ മുഴുകിയിരിക്കുകയായിരുന്നു. ആ സമൂഹത്തെ ഇന്നത്തെ ഈ നിലയിൽ, അതെല്ലാ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കേരളത്തിൽ പ്രവർത്തിച്ച ഒരേ ഒരു സംഘടന കേരള നദുൽ മുജാഹിദ് എന്നാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ഒരു പോറലേൽക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് വേദനയായിട്ടുണ്ട് എന്ന് നമുക്ക് പത്രദ്വാര മനസ്സിലാക്കാൻ സാധിക്കുന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പേ ചില പത്രങ്ങളൊക്കെ വന്ന വാർത്തകൾ നമുക്കറിയാം. നമ്മുടെ പ്രസ്ഥാനത്തിൽ വേദനിപ്പിക്കുന്ന പ്രവർത്തനമാണ്. നമ്മൾ എന്തിനു വേണ്ടി പ്രവർത്തിച്ചു അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ നമ്മൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ തന്നെ മടങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടി. നമ്മുടെ ഈ പ്രസ്ഥാനം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ തൗഹീദ് പറയാൻ മറ്റൊരു പ്രസ്ഥാനം മുമ്പിൽ വരില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ ലോകരാഷ്ട്രങ്ങളിലുള്ള മറ്റുള്ളവർ പ്രയത്നിക്കുന്നറിയാം. ഏകദൈവ വിശ്വാസ ആരാധനകളെ തകർത്തിയാൽ മാത്രമേ ലോകത്തൊരു ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഭരണകൂടത്തിൽ ആരായും തിരക്കേടില്ല, ഏത് വിശ്വാസികളും തിരക്കേടില്ല, തൗഹീദ് ഉണ്ടാകണമെന്നുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തെ, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന നമുക്കറിയാം. നമ്മുടെ ബാധ്യത ഈ സമൂഹത്തിലും ഷിർക്കിൽ നിന്ന് മുക്തമായി തൗഹീദിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരേണ്ടത്. എങ്കിൽ മാത്രമേ നാളെ പരലോകത്ത് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കേവലം ചർച്ച പെടേണ്ട ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ കയറിക്കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. ഒരാവശ്യമില്ലാതെ
നമ്മുടെ പ്രബോധനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ അതൊക്കെ പിന്നെയും മുളച്ചു പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ജാഗരൂകരാകുക, നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വേദികളൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുക. നമ്മുടെ പ്രവർത്തനം അള്ളാഹു സാലിയായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയാവതരണത്തിന് വേണ്ടി മായിൻകുട്ടി സുല്ലിമയെ ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഭിമന്യരായ അധ്യക്ഷരെ, പ്രിയമുള്ള സെക്രട്ടറി, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മൗലികതയും ആദർശങ്ങളും നിലപാടുകളും നമുക്കറിയാം. എങ്കിലും അതൊന്നുകൂടി വിശദീകരിക്കുക കാലഘട്ടത്തിൻ്റെ ആവശ്യമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പുണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തെ പോലും പിന്നിലാക്കുന്ന രൂപത്തിലുള്ള ഖുറാഫാത്തുകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ കേരള മുസ്ലിങ്ങളുടെ ഇടയിൽ നടമാടിയിരുന്നു. അവയെ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ഇഞ്ചോടിഞ്ച് പോരാടി ഏറെക്കുറെ സന്തോഷകരമായ ഒരു സാഹചര്യം സംജാതമായി കേരളത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോഴിക്കോട് വെച്ച് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അടുത്ത ഡിസംബറിൽ. അതിന് മുന്നോടിയായി വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സെമിനാറുകളും സംസാരങ്ങളും കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ഇസ്ലാഹി സെൻ്ററുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ താമസിക്കുന്ന മറ്റ് കേന്ദ്രങ്ങളിലുമൊക്കെ വിവിധ രീതിയിലുള്ള ആദർശ പ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഒരു നൂറ്റാണ്ട് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. വണ്ടി വലിക്കുന്നവരും ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും തൊഴിലില്ലാത്തവരും ജാറങ്ങളിൽ കെട്ടിമറിയുന്നവരുമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഒഴിച്ച് മറ്റു പ്രദേശങ്ങളിലുള്ള മുസ്ലിമീങ്ങളുടെ മഹാഭൂരിപക്ഷത്തിൻ്റെയും അവസ്ഥ. സർക്കാർ തൊഴിലുകളിൽ മഷിയിട്ട് തെരഞ്ഞാലും അവരെ കാണാൻ കഴിയുന്നില്ല. ഇത് മുസ്ലിങ്ങളല്ല പറയുന്നത്, മറ്റ് ജനവിഭാഗങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ അവസ്ഥ ഭിന്നമാണ്. അത് ലോകത്ത് തന്നെ സവിശേഷമായ സന്തോഷകരമായൊരവസ്ഥ കേരള മുസ്ലിങ്ങൾക്ക് ഉണ്ട്
എങ്ങനെ അത് സംഭവിച്ചു? എന്തുകൊണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഗുജറാത്തിലും അതുപോലെയുള്ള സംസ്ഥാനങ്ങളിലും അങ്ങനെ ഉണ്ടായില്ല? അവിടെ നമ്മെപ്പോലെ പ്രവർത്തിക്കാൻ തക്കതായ ഒരു ഇസ്ലാഹി പ്രവർത്തനം ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു മാറ്റം മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായി. സ്വാഭാവികമായും ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് അസൂയാർഹമായ നേട്ടം എന്നാണ്. കേരള മുസ്ലിങ്ങൾക്ക് ഇന്നുണ്ടായിട്ടുള്ള നേട്ടത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അസൂയാർഹമായ നേട്ടം. യഥാർത്ഥത്തിൽ പലർക്കും അസൂയയുണ്ട്, പലർക്കും അസൂയയുണ്ട്. വർത്തമാനകാല സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ അത് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. എങ്ങനെയെങ്കിലും ഇതിനെ ഇല്ലാതാക്കണം, അതിനിതിൻ്റെ കാരണക്കാരെ കണ്ടെത്തണം. കാരണക്കാരെ അന്വേഷിച്ചാൽ അവർക്ക് മനസ്സിലായി അത് ഇസ്ലാഹി പ്രസ്ഥാനമാണെന്ന്. ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക്, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗങ്ങൾക്ക്, ഇവിടുത്തെ അതുപോലെയുള്ള പുരോഗമനാത്മകമായ പ്രവർത്തന വിഷയത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ കൈ ഉയർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും ആണ് എന്നുള്ളത് ഒരു അനിഷേധ്യമായ ചരിത്ര വസ്തുതയാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ ഈ വെളിച്ചം വന്നപ്പോൾ ചിലർക്ക് തോന്നി ഞങ്ങളാണ് നവോത്ഥാന നായകന്മാർ, അവരാണ് നവോത്ഥാനം ഉണ്ടാക്കിയത് എന്നും. ബഹുമാന്യനായ നമ്മുടെ ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഖാദർ മൗലവി അതിന് സരസമായ ഒരു മറുപടി പറയാറുണ്ട്. രണ്ടാളുകൾ, ഒരാൾ കിഴക്കോട്ട് യാത്ര പോകുന്നു, മറ്റൊരാൾ അയാളുടെ എതിർ ദിശയിലേക്ക് പടിഞ്ഞാട്ടേക്കും യാത്ര, ഒരു ഇടവഴിയിലാണ്. രണ്ടിൽ ഒരുത്തൻ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന ആളെ തടസ്സപ്പെടുത്തി, എന്നെ മുന്നോട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. അങ്ങനെ വന്നപ്പോൾ സമർത്ഥനായ സഞ്ചാരി ഈ സമ്മതിക്കാത്ത മനുഷ്യന്റെ മുന്നിൽ നിന്നിട്ട് അയാൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ദ്രുതഗതിയിൽ പോകുന്നു. ഇനിയൊന്നും നീ സാധിക്കുമെങ്കിൽ തടയുക എന്ന്. ഈ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനത്തിന് ഇവിടെ സ്വാധീനം ലഭിച്ചിട്ടുള്ളത്. മദ്രസ പ്രസ്ഥാനം, സ്ത്രീ വിദ്യാഭ്യാസം, സാധാരണ വിദ്യാഭ്യാസം, ജുമുഅ ഖുതുബ മനസ്സിലാകൽ, സ്ത്രീകളുടെ പള്ളിപ്രവേശം തുടങ്ങി ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ഈ കേരളത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നോ എന്ന് അത്ഭുതത്തോടു കൂടി ചോദിക്കും. കാരണം അവർക്കറിയില്ല. അവർ പെരുന്നാളിന് പ്രസവിച്ചവരാണ്. അതിനു മുമ്പ് നോമ്പുണ്ടായിരുന്ന കാര്യം അവർക്കറിയില്ല. നോമ്പ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെരുന്നാളിലെത്തിയിട്ടുള്ളത്. അതറിയുന്ന ചരിത്രകാരന്മാർ അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ MGS നാരായണൻ അദ്ദേഹം ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതിയ കാര്യം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതൊരു വസ്തുതയാണ്. അദ്ദേഹം മുസ്ലിം അല്ല. കേരളത്തിലെ പഴയകാല മുസ്ലിമീങ്ങൾ 3 തരക്കാരായിരുന്നു. തീരപ്രദേശങ്ങളിൽ, കടലോര പ്രദേശങ്ങളിൽ താമസിച്ചിരുന്നവർ മീൻപിടുത്തക്കാർ, അദ്ദേഹം പറയുന്നു. നഗരങ്ങളിൽ കഴിയുന്ന മുസ്ലിമീങ്ങൾ കച്ചവടക്കാർ, ഗ്രാമങ്ങളിൽ കഴിയുന്ന മുസ്ലിമീങ്ങൾ കർഷക തൊഴിലാളികൾ. 4ാമത്തെ ഒരു ഇനം മുസ്ലിമീങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ തീരപ്രദേശങ്ങളിലെ കടൽ തൊഴിലാളികളും നഗരങ്ങളിലെ കച്ചവടക്കാരും ഗ്രാമങ്ങളിലെ കർഷക തൊഴിലാളികളുമായി മാത്രം കഴിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് നാം നേടിയെടുത്ത നേട്ടം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ഫലമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അതുകൊണ്ട് അസൂയാലുക്കൾ നശിപ്പിക്കുവാൻ ശ്രമിക്കും എന്നുള്ളത് സ്വാഭാവികമാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി യമനിൽ നിന്ന് നേരത്തെ ജൂതനായിരുന്ന മനുഷ്യൻ അബ്ദുല്ലാഹിബ്നു സബ് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹത്തിന് മനസ്സിലായി മുസ്ലിമീങ്ങളെ പുറത്തു നിന്ന് ആയുധം കൊണ്ട് തകർക്കാൻ കഴിയില്ല, ആദർശം കൊണ്ട് തകർക്കാൻ കഴിയില്ല. പിന്നെ മുസ്ലിങ്ങളോടൊപ്പം കയറിപ്പറ്റി അവരിൽ പുതിയ വിശ്വാസങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം. അബ്ദുല്ലാഹിബ്നു സബ് അങ്ങനെയാണ് ചിന്തിച്ചത്. സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. കാട്ടിലേക്ക് കുറെ റൈഫിളും ബോംബുമായി കുറെ മനുഷ്യന്മാർ കാട് നശിപ്പിക്കാൻ വേണ്ടി വന്നു. വനത്തിന്, കാടിന് ഒരു പേടിയും ഒരു കുലുക്കവും ഉണ്ടായില്ല. കുറെ ആളുകൾ വന്നു, എന്നിട്ടും കാട്ടിനൊരു പേടിയുമില്ല.
പക്ഷെ കാട് പിന്നീട് 4-5 ആളുകൾ കൈക്കോട്ടും അതുപോലെ തന്നെ മഴുവുമായി വന്നപ്പോൾ പേടിച്ചു. തോക്കിനെ പേടിക്കാത്തവർ, പീരങ്കിയെ പേടിക്കാത്തവർ, ബോംബിനെ പേടിക്കാത്തവർ കേവലം മഴുവിനെ പേടിച്ചു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, കാട്ടിലുള്ള ഒരു കൈപ്പിടി ആ മഴുവിൽ പിടിപ്പിച്ചിട്ടുള്ളത് കാട്ടിലെ ഉള്ള മരത്തിന്റെ ഒരു കഷ്ണമാണ്. അപ്പൊ ഞങ്ങളിൽ നിന്നുള്ള ചില ആളുകളുടെ സഹായമില്ലാതെ കാട് നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ നശിപ്പിക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അതിന് ഇസ്ലാമിൽ വരണം എന്ന രീതിയിൽ അവർ ചിന്തിച്ചു. പഴയ കാലത്ത് ജൂതന്മാർ അങ്ങനെ ചിന്തിച്ചതാണ്. അങ്ങനെയാണ് ജൂതന്മാരുടെ ഇസ്ലാം മതം എന്ന പേരിൽ ഷിയായിസം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഷിയായിസം യഥാർത്ഥത്തിൽ ജൂതന്മാരുടെ നിർമ്മിതിയാണ്. ഇതുപോലെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മുടെ പിളർപ്പ്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പിളർപ്പ് ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് ആ സംഭവം അന്ന് കേരളത്തിൽ മാത്രമായിരുന്നില്ല അതിൻ്റെ ചലനങ്ങൾ ഉണ്ടായിരുന്നത്. ലോകത്ത് സലഫി ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന എല്ലാ സലഫി സംഘടനകൾക്കും പിളർപ്പുണ്ടായി. അഹ്ലെ ഹദീസിൽ ഒരു വിഭാഗം പിളർന്നു പോയി. നമ്മൾ പിളർന്ന മാരിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ പിളർപ്പുണ്ടായതുപോലെ അഖിലേന്ത്യാ തലത്തിൽ അഹ്ലെ ഹദീസിന്റെ ഘടകത്തിലും പിളർപ്പുണ്ടായി. അങ്ങ് ദാറുൽ ബിർ, അതുപോലെ തന്നെ ഇഹ്യാ തുറാസിൽ ഇസ്ലാമി, അതിലൊക്കെ പിളർപ്പുണ്ടായി. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് കുവൈത്തിലെ ശാസ്ത്രീയ സലഫിസത്തിന്റെ വക്താവായി വന്നു. അതുപോലെ തന്നെ ദാറുൽ ബിർ ഏത് സലഫി സംഘടനയ്ക്ക് പിളർപ്പുണ്ടായി. അൻസാർ സുന്നത്തിൽ മുഹമ്മദിയ എന്ന് പറയുന്ന ഈജിപ്തിലെയും സുഡാനിലെയും സലഫി സംഘടനകൾക്ക് പിളർപ്പുണ്ടായി. അപ്പൊ പിളർപ്പ് നമ്മുടെ ഇവിടെ ഉണ്ടായ അതേ സമയം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അതേ സമയം നമ്മുടെ നാട്ടിലും പിളർപ്പുണ്ടായി. ഇതിന് ആഗോളതലത്തിൽ എന്തോ ചില ചരടുവലികൾ നടന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. കാരണം ആഗോളതലത്തിൽ സലഫികളുടെ ഇടയിൽ പ്രയാസമുണ്ടായി. സുറൂസം അതുപോലെയുള്ള ചിന്താധാരകളും ശാസ്ത്രീയ സലഫിസം എന്ന് പറയുന്ന ചിന്താധാരകളുമൊക്കെ ആയിട്ടാണ് അത് കടന്നു വന്നിരുന്നത്. ഏകദേശം അല്പം നാളുകൾ എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അതാ പിന്നീട് യമനിൽ നിന്ന് അതുകൊണ്ടൊന്നും കാര്യമായ പോറലുണ്ടായില്ല. സലഫി സംഘടനയ്ക്കോ സലഫി ആദർശത്തിനോ ഇപ്പറഞ്ഞ ഒരു പിളർപ്പ് കൊണ്ട് കാര്യമായ പോറലുണ്ടായില്ല. അതൊന്ന് തേച്ചു കുളിച്ചതുപോലെ ചളിയൊക്കെ ലേശം ഒഴുകിപ്പോയി എന്നതുപോലെയുള്ള അവസ്ഥയെ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ അസൂയാലുക്കൾക്ക് മതിയായില്ല. അവർ എന്ത് ചെയ്തു അറിയോ? നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ അതേ സമയത്ത് യമനിൽ അതാ വേറൊരു കൂട്ടർ പ്രത്യക്ഷപ്പെട്ടു. അതെന്താണെന്നറിയോ? സംഘടന വേണ്ട, അത് ബിദ്അത്താണ്. സംഘടന നമുക്ക് വേണ്ട, അത് തിന്മയാണ്, ബിദ്അത്താണ്. എല്ലാറ്റിനും സംഘടന വേണം. ലോകത്തിന്റെ ഇജ്മാഅാണ് എന്തെന്ന് സംഘടിക്കുക, ശക്തരാവുക എന്ന്. അങ്ങനെ എല്ലാവരുടെയും മൂട് കീഴ്പ്പെട്ടാണെങ്കിൽ എൻ്റെ മൂട് മേപ്പെട്ട് എന്ന് ഒരു കിളി പറഞ്ഞതുപോലെ സംഘടന വേണ്ടെന്ന് പറയാൻ ചില ആളുകൾ, അവർക്ക് പള്ളി കമ്മിറ്റി ഉണ്ടാകാം, മദ്രസ കമ്മിറ്റി ഉണ്ടാകാം, അതുപോലെ മറ്റ് ഭൗതിക വിഷയത്തിൽ കമ്മിറ്റികളും സംഘടനകളും ആവാം. പ്രബോധനത്തിന് പറ്റില്ല പോൽ. ആര് പറഞ്ഞു? ഖുർആൻ പച്ചയ്ക്ക് പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്. നിങ്ങളിൽ ഒരു വിഭാഗം നന്മയിലേക്ക് നിരന്തരമായി ക്ഷണിക്കുവാനും തിന്മ തടയുവാനും ഒരു വിഭാഗത്തിന്റെ സംവിധാനം ഉണ്ടാകണമെന്ന് പച്ചയായ ഖുർആനിന്റെ നസ്സാണ്. അതിനെതിരിൽ അങ്ങനെ സംഘടന വേണ്ട എന്ന്. ഈ സംഘടനാ പ്രവർത്തനമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഏകീഭാവം നൽകുന്നത്, പ്രവർത്തനത്തിന് ഊർജവും ഓജസ്സും നൽകുന്നത് എന്ന് ഏതോ ചില ആളുകൾ മനസ്സിലാക്കുകയും സംഘടന നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമമുണ്ടാവുകയും ചെയ്തു. യമനിൽ ആ ചിന്ത വന്നു, അപ്പത്തന്നെ കേരളത്തിലും വന്നു, കുവൈത്തിൽ വന്നു, മുസ്ലിം ലോകത്തിന്റെ എല്ലായിടങ്ങളിലും ഈ ചിന്ത വ്യാപകമായി. വലിയ അത്ഭുതമുണ്ട്. അപ്പൊ എന്താ അത്? രണ്ടാമത്തെ പ്രവർത്തന രംഗവും ഇതിനെ നശിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഇനി ഇതാ മൂന്നാമത്തെ വേറെ ഒരു രംഗപ്രവേശം. അത് മറ്റൊന്നുമല്ല, പൈശാചിക വിഷയത്തിൽ അല്ലെങ്കിൽ ജിന്നിന്റെ വിഷയത്തിൽ തികച്ചും മുസ്ലിം കേരളത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് അപരിചിതമായ ചില ചിന്താധാരകൾ കേരളത്തിലല്ല, ഇതുപോലെ മിക്ക കേന്ദ്രങ്ങൾ ഇതേ സമാനമായ ചിന്തകൾ എവിടെയോ കിടന്നിരുന്ന പാമ്പിനെ, വേലിയിൽ കിടന്നിരുന്ന പാമ്പിനെ കഴുത്തിൽ വലിച്ചിട്ടു എന്ന് പറയുന്നത് പോലെ അതൊട്ടാകെ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്ക് എവിടെയും വന്നു. സംഗതി എന്താ വെച്ചാൽ ഇതിനെ
നായ്ക്കും നരിക്കും ഇല്ലാത്ത കോലത്തിൽ നശിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് എന്നും ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് നശിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വിദ്യാഭ്യാസ രംഗം മറ്റൊന്നുമില്ല, പഴയ സൂഫികളുടെ മാതിരിയിൽ എവിടെയെങ്കിലുമൊക്കെ ഒളിഞ്ഞുകൂടും, അങ്ങനെ ഒരു ഏർപ്പാടായി മാറും. അങ്ങനെ മുസ്ലിമീങ്ങൾ സാംസ്കാരിക രംഗത്ത് ദുനിയാവിലും ആഖിറത്തിലുമൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഖുസ്റാൻ മുബീൻ എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉണർന്ന് ചിന്തിക്കേണ്ടത് ഇസ്ലാഹി പ്രവർത്തകന്മാരുടെ ബാധ്യതയാണ്. ഇത് ആരുടെയെങ്കിലും തറവാട് പ്രശ്നമല്ല, ആരുടെയെങ്കിലും സ്വകാര്യ പ്രശ്നമല്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ആദർശത്തിന്റെ പ്രശ്നമാണ്. ഇതുപര്യന്തം ഇത് പ്രബോധനം ചെയ്തിട്ടുള്ള വിഷയങ്ങളുടെ വിഷയത്തിലാണ്. ഈ കഴിഞ്ഞ കാലത്തെ പണ്ഡിതന്മാർ ഈ കാര്യങ്ങൾ കൃത്യമായും മനസ്സിലാക്കുകയും എന്നിട്ട് അതൊക്കെ ഒഴിവാക്കുകയും ചെയ്തതാണ് എന്നുള്ളത് നമുക്കറിയാൻ മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടാവായ അള്ളാഹുവിന് അനേകായിരം സൃഷ്ടികളുണ്ട്, പലതിനെക്കുറിച്ചും നമുക്ക് അറിവില്ല. 900 എന്നൊക്കെ ഭാഷയിൽ പ്രയോഗമുണ്ട്. എന്തായാലും ശരി, പലതിനെക്കുറിച്ചും നമുക്ക് വിവരമില്ല, അറിവില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് യാതൊരു പ്രവേശനവുമില്ലാത്ത മേഖലകൾ ഉണ്ടെന്ന് ഭൗതികവാദികൾ പോലും സമ്മതിക്കുന്നു. മനുഷ്യർ, മലക്കുകൾ, ജിന്നുകൾ എന്നിവ സവിശേഷ സൃഷ്ടികളാണ്. മനുഷ്യരെ മണ്ണിൽ നിന്നും ജിന്നുകളെ തീയിൽ നിന്നും മലക്കുകളെ പ്രകാശത്താലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മലക്കുകൾക്ക് അള്ളാഹുവിനെ അനുസരിക്കുവാൻ മാത്രമേ കഴിയൂ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അതേസമയം ജിന്നുകളും മനുഷ്യരും അക്കൂട്ടത്തിലല്ല. മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോഴുള്ളത്. ഓരോ വിഭാഗത്തിനും അവയുടേതായ പ്രകൃതവും രീതിയുമാണുള്ളത്. മലക്കുകളെ കുറിച്ചും ജിന്നുകളെ കുറിച്ചും അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതല്ലാത്ത വിഷയങ്ങൾ സ്വീകരിക്കുവാൻ ബാധ്യതയില്ല. അവർ അഗോചര സൃഷ്ടികളാണ്. ബുദ്ധിക്കും ഭാവനയ്ക്കും ഗവേഷണത്തിനും ഒതുങ്ങുന്നതല്ല ഈ വിഷയം. വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും പഠിപ്പിച്ചത് അപ്പടി സ്വീകരിക്കണം. പണ്ഡിതന്മാരും പ്രസംഗകരും പുരോഹിതന്മാരും നാട്ടുനടപ്പും തെളിവല്ല, അനുഭവങ്ങളും സ്വപ്നങ്ങളും തെളിവല്ല. കോജ പറഞ്ഞു, ഷെയ്ഖ് പറഞ്ഞു, ഇമാമ് പറയുന്നു, പറയപ്പെട്ടു എന്നിങ്ങനെയുള്ള ശൈലിയെ വിമർശിക്കുന്നവരാണല്ലോ കേരളത്തിലെ മുജാഹിദുകൾ. പ്രമാണങ്ങൾക്ക് പുറമെ കെട്ടുകഥകളും ഊഹാപോഹങ്ങളും അവലംബിക്കുന്ന അവസ്ഥ ഖുറാഫാത്ത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവയും വർജ്യം തന്നെ. ജിന്ന് വിഷയത്തിൽ അമാനി മൗലവിയുടെ ഒരു പുസ്തകം KNM പ്രസിദ്ധീകരിച്ചത് നാം ഒരു പക്ഷേ വായിച്ചിട്ടുണ്ടാകും. ആശ്വാസം നൽകുന്ന ഒരു ഗ്രന്ഥമാണത്. ജിന്ന് വർഗത്തെ നിഷേധിക്കുന്നവർക്ക് അതൊരു ചുട്ട മറുപടിയാണ്. അതോടൊപ്പം ഗ്രന്ഥത്തിലെ പ്രതിപാദനങ്ങൾ നിഷേധികൾക്കുള്ള മറുപടിയിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നത് മേൽ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ബോധ്യമാകും. ഒരു കാലത്ത് നമ്മുടെ കേരളം ജിന്നുകളുടെയും റൂഹാനികളുടെയും പടയോട്ട കേന്ദ്രങ്ങളായിരുന്നു. ചെകുത്താൻ കൂക്കും ചാത്തനേറും വ്യാപകം. കോളറ തട്ടി ചെകുത്താനും വസൂരി കുരിപ്പ് ചെകുത്താനുമായിരുന്നു ഉണ്ടാക്കിയിരുന്നതെന്ന് പറയപ്പെട്ടു. അക്കാലത്തുള്ള ചില പ്രയോഗങ്ങൾ ഖുറാഫാത്തിന്റെ ഊട്ടുപുരയിൽ ഇപ്പോഴും സജീവമാണ്. അതിരുപുല്ല് ചവിട്ടൽ, പൊട്ടിച്ചൂട്ട്, ഒടിമറയൽ, ജിന്ന് ചന്ത, ചേക്കുട്ടിപ്പാപ്പ, ചാത്തനേറ്, അവരുടെ വരവ് പോക്ക്, കുളിയൻ ചെകുത്താൻ കഴുത്ത് പിടിച്ച് ചെക്കും, ജിന്നിനെ അടിച്ചിറക്കുന്ന മുല്ലമാർ, അസ്മാ തൽസമാത്തുകാർ, അങ്ങനെ പലതും പലതും. ജിന്നുകളെ കുറിച്ചുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. പിശാചിന്റെ ഉപദ്രവമുള്ള വീടുകളും ഭൂമിയും വിരുദ്ധന്മാർ നിസ്സാര വിലയ്ക്ക് കൈക്കലാക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ചെകുത്താനെ തടുക്കാൻ ആലയിലും കോഴിക്കൂട്ടിലും മേൽപ്പുരയിലുമെല്ലാം പോത്തിന്റെ ചണ്ണ എല്ല് കെട്ടിത്തൂക്കാറുണ്ട്. വിഷയങ്ങൾ ശരിക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നാം ഓടിയകന്നതിലേക്ക് ചാടിയെടുക്കലായിരിക്കും ഫലം. അന്നത്തെ ഉമ്മാമമാർ തിളച്ച വെള്ളം ചിന്തുമ്പോൾ മത്സ്യം നന്നാക്കിയതിന്റെ വെള്ളം ചിന്തുന്ന സമയത്ത് ആരോടൊന്നില്ലാതെ പറയും, നിങ്ങളൊന്ന് അങ്ങോട്ട് മാറി നിൽക്കി, ഞാനിതൊന്നും അങ്ങോട്ട് ചിന്തട്ടെ എന്നിങ്ങനെ അവർ പറയുന്നത് കേൾക്കാൻ കഴിയും. ജിന്നുകളോടാണത്രേ ഇത് പറയുന്നത്. മേശ വലിപ്പും വാതിലുമെല്ലാം തുറക്കുമ്പോഴും അടക്കുമ്പോഴും അവർക്ക് ഉപദ്രവം ഉണ്ടായാൽ തിരിച്ചടിക്കുമെന്നാണ് വിശ്വാസം. തേങ്ങയിടുന്ന സമയത്ത് എങ്ങാനും അവർക്ക് കൊണ്ടാൽ അവരുടെ തിരിച്ചടി ഭയാനകമായിരിക്കുമെന്ന് ഇത്തരക്കാർ പ്രചരിപ്പിക്കാറുണ്ട്. ഇങ്ങനെയായാൽ ജീവിതം അപ്രായോഗികമായിരിക്കും. ഇത്തരമൊരു കാര്യം അള്ളാഹും അവന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടേ ഇല്ല. മനുഷ്യന് മറ്റ് സൃഷ്ടികളെ അപേക്ഷിച്ച് പല മഹത്വങ്ങളും മേന്മകളും
അള്ളാഹു നൽകിയിട്ടുണ്ട്. മണ്ണിൽ നിന്നും തുടങ്ങി മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തി വീണ്ടും അതിൽ നിന്ന് പുനർത്തെഴുന്നേൽപ്പിക്കുന്ന പ്രകൃതമാണ് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളത്. ബുദ്ധിയും ഗ്രാഹ്യശേഷിയും പഠന മനന ഗവേഷണ സിദ്ധിയുമെല്ലാം അവനുണ്ട്. അവരുടെ പിതാവാണ് ആദം അലൈഹിസ്സലാം. ആദമിൽ നിന്നാണ് മാനവരുടെ മുഴുവനും രംഗപ്രവേശം. അദ്ദേഹത്തിന്റെ അഥവാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുവാൻ, സുജൂദ് ചെയ്യുവാൻ അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ച സന്ദർഭം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസിനും കൽപ്പന ബാധകമായിരുന്നു. മലക്കുകൾ സുജൂദ് ചെയ്തു, ഇബ്ലീസ് അതിന് കൂട്ടാക്കിയില്ല. പ്രശ്നം അവിടെ വെച്ച് തുടങ്ങുകയാണ്. മനുഷ്യനെ ആദരിക്കാൻ ബാധ്യസ്ഥനായ ഇബ്ലീസ്, മനുഷ്യനെ ആദരിക്കാൻ, മനുഷ്യനെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥനായ ഇബ്ലീസ്. ആ പ്രയോഗം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ ആദരിക്കാൻ ബാധ്യസ്ഥനായ ഇബ്ലീസ് അഹങ്കാരം മൂലം ആദം നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ഇബ്ലീസിന്റെ പിണിയാളാവുന്നത് കടുത്ത അപരാധമാണ്. ഇബ്ലീസിന്റെ ശത്രുത തുടരുന്നു, ഒരു നാൾ വരെ ഉണ്ടാവുകയും ചെയ്യും. ആ ശത്രുത മനുഷ്യരെ വഴിവെപ്പിക്കുവാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ വെച്ച് വീരവാദം മുഴക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ മഹത്വം അവൻ അംഗീകരിക്കുന്നില്ല. മനുഷ്യോൽപത്തി ഘട്ടത്തിലെ ഈ സംഭവ പരമ്പര വിശുദ്ധ ഖുർആൻ സാമാന്യം വിശദമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ ഇത് സംബന്ധിച്ചുള്ള വചനങ്ങൾ കേൾപ്പിക്കാം. വലഖദ് ഖലഖനാകും ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു. പിന്നീട് നാം മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിനെ പ്രണമിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ പ്രണമിച്ചവരുടെ കൂട്ടത്തിലായില്ല. അള്ളാഹു പറഞ്ഞു, ഞാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കാൻ നിനക്കെന്തായിരുന്നു തടസ്സം? അവൻ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ അവനേക്കാൾ അഥവാ ആദമിനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അവനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നും. വിഷയം വ്യക്തം. പിശാചിന് മനുഷ്യന്റെ മഹത്വവും ശ്രേഷ്ഠതയും അംഗീകരിക്കാൻ മനസ്സില്ല. അഹങ്കാരവും അസൂയയും മൂലം അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹു അവനെ അട്ടിപ്പുറത്താക്കി. അവന്റെ ശാപത്തിന് അഥവാ അള്ളാഹുവിന്റെ ശാപത്തിന് പിശാച് വിധേയനായി. അതോടെ മനുഷ്യനോടുള്ള പക വർദ്ധിച്ചു. കടുത്ത ശത്രുവായി. നമ്മുടെ മാതാപിതാക്കളെ വസ്വാസിലൂടെ വഞ്ചിച്ചു. അവർ സ്വർഗത്തിൽ യഥേഷ്ടം സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു. ഒരൊറ്റ നിരോധനമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഒരു നിശ്ചിത വൃക്ഷത്തെ സമീപിക്കരുത്, അതിൽ നിന്നൊരു ഫലവും ഭുജിക്കരുത്. ഇതായിരുന്നു അവർക്കുണ്ടായിരുന്ന നിരോധനം. ആദം കുടുംബം പിശാചിന്റെ വലയിൽ വീണു. പിശാച് ഉയർത്തെഴുന്നേൽപ്പോൾ നാൾ വരെ അള്ളാഹുവിങ്കൽ നിന്ന് ആയുസ് അഥവാ അവധിക്ക് വേണ്ടി അപേക്ഷിച്ചു. അനന്തരം അള്ളാഹുവിനോട് ആണയിട്ട് പറഞ്ഞു, ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാതകൽ മുസ്തഖീം ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. സൂറത്തുൽ അറാഫ്. ഇബ്ലീസ് പറഞ്ഞു, നീ എന്നെ വഴിവെപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ